ബീട്രൂട്ട് കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഈ നീളത്തിന് പീസാക്കി നമ്മൾ വെള്ളത്തിലിട്ടു, കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ടു വേവിക്കാൻ വെച്ചു. ഇനി നമുക്ക് അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ടുള്ള കൂട്ട് റെഡിയാക്കാം. അതിന് വേണ്ടി തേങ്ങ, നല്ല ജീരകം, ഉപ്പ്, വെളുത്തുള്ളി, ഒരു മുളക്, ഇത്രയും മതിയാവും. കൂട്ട് റെഡിയാക്കാം. വെളുത്തുള്ളിയും മുളകും ഇട്ടു. ഇനി തേങ്ങ, ഇതിലോട്ട് തേങ്ങ നമ്മൾ ചേർക്കുകയാണ്. നല്ല ജീരകം 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. കുറച്ചുപ്പ്. ഇനി നമുക്കിതിനെ നല്ലതുപോലെ അരച്ചെടുക്കാം. എന്നിട്ടുണ്ട് നമുക്കിതിനെ മിക്സിയിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അരച്ചിട്ട് വരാം. എണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകിട്ടു, കറിവേപ്പില, ഇപ്പോൾ നല്ലൊന്ന് പാകമാവണം. നമ്മളെ കിച്ചടിക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. കടുക് വറുത്തിടുക. മുളകുള്ളവർക്ക് വേണമെങ്കിൽ മുളകിട്ടെടുക്കാം. ഇനി നമ്മൾ കടുക് പൊട്ടി കഴിഞ്ഞു. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് നമ്മൾ നല്ലതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതിനകത്തോട്ട് വെക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടാണ് നമ്മൾ അരച്ചെടുത്തത്. അതുകൊണ്ട് ഒരുപാട് സമയം കുക്ക് ചെയ്യണ്ട. ഇതൊരു 5 മിനിറ്റോളം ഇട്ട് തിളപ്പിച്ചാൽ മതി. ഞാനങ്ങനെ തിളപ്പിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്കിതിലോട്ടുള്ള കൂട്ട് റെഡിയാക്കി വെച്ചിരുന്നത്, നമുക്കിതിലോട്ട് തേങ്ങ അരച്ച് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കുകയാണ്. കൂട്ട് കലക്കി എടുക്കുകയാണ്. നമുക്കിനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് തിളയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് വന്നാൽ മതി. ഇതൊരുപാട് തിളച്ച് പോയാൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. ചെറിയൊരു തിള വന്നാൽ മതി. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വാങ്ങി വെച്ച് ഇതിൻ്റെ ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നല്ല പുളിപ്പുള്ള തൈര് ഇതിലോട്ട് ചേർത്ത് ഉപ്പ് പാകം നോക്കി എടുത്താൽ മതി. അപ്പം നമുക്കിതിനെ ഇനി ചൂടാറുന്ന വിധത്തിൽ വെച്ചേക്കാം. ഒരു കിണ്ണം തൈര് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് യോജിപ്പിക്കണം. ഇത്രയും കട്ടിക്ക് വേണം ഇതെടുക്കാൻ. തീരെ വെള്ളം പോലെ ആയിപ്പോവരുത്. ഇതേ തിൻസിൽ വേണം എടുത്തെടുക്കാൻ. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നാളെ കാണാം.